തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ UDFന് തലവേദനയായി മാറുകയാണ് മലപ്പുറം ജില്ലയിലെ പൊന്മുണ്ടം പഞ്ചായത്ത്. പ്രാദേശിക തലത്തിൽ കോൺഗ്രസ് മുസ്ലിം ലീഗ് തർക്കം രൂക്ഷമായതാണ് മുന്നണിക്ക് തിരിച്ചടിയാകുന്നത്. പഞ്ചായത്തിൽ കോൺഗ്രസ് CPIM ബന്ധമാണെന്നാണ് ലീഗിന്റെ ആരോപണം. ലീഗിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതി സമ്പൂർണ്ണ പരാജയമാണെന്ന് കോൺഗ്രസ് കുറ്റപ്പെടുത്തി. പഞ്ചായത്ത് രൂപീകരിച്ച് അന്നു തൊട്ട് ഇന്നുവരെ UDF ഒറ്റക്കെട്ടായി മത്സരിക്കാത്ത ഇടമാണ് പൊന്മുണ്ടം. ചർച്ചകൾ ഒരുപാട് നടന്നാലും തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗും കോൺഗ്രസും രണ്ടു തട്ടിലായിരിക്കും. ഇത്തവണയും ഇവിടെ മാറ്റമൊന്നുമില്ല. UDF സംവിധാനത്തെ തകർക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് ആണെന്നാണ് മുസ്ലിം ലീഗിന്റെ വാദം. പരമാവധി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്നും ഐക്യത്തോടെ മത്സരിക്കാനാണ് താല്പര്യമെന്നും ലീഗ് നേതൃത്വം വ്യക്തമാക്കി. നമ്മൾ ഷാഫി പറമ്പിലിനെ CPM ഗുണ്ടകളെ ആക്രമിച്ച അതേ ദിവസം തന്നെ കോൺഗ്രസ് പാർട്ടി CPMന്റെ തോളത്ത് കൈയിട്ടിട്ട് ഇവിടെ ഒരു റാലി സംഘടിപ്പിക്കുകയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഞങ്ങൾ മനസ്സിലാക്കുന്നത് CPM നിയമസഭ ഇലക്ഷനെ നേരിടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ UDF സംവിധാനത്തിനെ പാടയില്ലായ്മ ചെയ്യണം. അതിനെ കോൺഗ്രസിനെ അവർ കരുവാക്കി മാറ്റുന്നത് മാത്രമാണ്. മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിലുള്ള പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ ജനവിരുദ്ധ വികാരം ശക്തമാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു. സീറ്റ് വിഭജനത്തിൽ ലീഗ് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നും കോൺഗ്രസിന്റെ പരാതി. 6 മാസം മുന്നേ തന്നെ ചർച്ചകൾക്ക് വേണ്ടി നമ്മൾ ലീഗുകാരെ വിളിക്കുകയും ചർച്ച നടത്തുകയും ചെയ്യും. 5 സീറ്റ് 18-ൽ 5 സീറ്റ് കോൺഗ്രസിനും 13 സീറ്റ് ലീഗും മത്സരിക്കുമെന്ന അവരുടെ നിലപാട് അവർ അറിയിച്ചു. ആ നിലപാടുമായി സഹകരിച്ചു പോകാൻ കഴിയാത്തതുകൊണ്ട് എല്ലാ വർഷത്തെ പോലെ തന്നെ ഇത്തവണയും ഒറ്റക്കൊറ്റക്ക് മത്സരിക്കാനാണ് പാർട്ടിയുടെ ഇപ്പോഴത്തെ തീരുമാനം. ലീഗിന്റെ പൊന്നാപുരം കോട്ടയായിരുന്ന താനൂർ നിയമസഭാ മണ്ഡലം നഷ്ടപ്പെടുന്നതിൽ പൊന്മുണ്ടത്തെ തർക്കം കാരണമായിരുന്നു. ഇത്തവണയും UDFിലെ തർക്കം തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. റിപ്പോർട്ടർ, തിരൂർ.